ചേച്ചി കഞ്ഞിവെള്ളം ഒന്നുകൊണ്ടൊന്നേ. ചേച്ചിന്നോ? എന്നെയോ? ചേച്ചി നല്ലടി വിളിച്ച ശാന്ത ചേച്ചി കഞ്ഞിവെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാ. അതാന്ന് പറ. ഞാനോടത്ത് നട്ടപ്പുറ വെയിലത്ത് നിന്നിട്ട് നിങ്ങളുടെ റിലേ എല്ലാം പോയി കിടക്കുവന്നു. കുടിക്ക. അയ്യോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് ഈ ഒറ്റയ്ക്ക് കിടന്ന് പണി ചെയ്യുന്നത്? ഇവിടെ വേറെ ആരും ഇല്ലേ? ഇടി നിനക്ക് അടുക്കള പണിയുള്ളതല്ലേ, നിന്നെ കൊണ്ട് ഞാൻ പറയുമ്പോ പണിയിപ്പിക്കുന്നത് ശരിയാണ്. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ വിളിക്കാത്തേ. അയ്യടാ, എന്നെ കൊണ്ട് പണി ചെയ്യിക്കാതിരിക്കുമെന്നോ? എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കൂലിക്ക് ഒരാളെ നിർത്തി പണി ചെയ്യിക്കണമെന്ന്. കൂലിക്ക് ഒരാളെ വെക്കാനും ഇപ്പൊ തന്നെ പണിക്കൂലി, വളത്തിന്റെ വില, ഇതൊക്കെ തന്നെ കർഷകന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം തൊട്ട് എല്ലുപൊടി മേടിക്കേണ്ട കാര്യമില്ല. എല്ലുപൊടി മേടിക്കണ്ടേ? ഇല്ല. പിന്നെന്ത് ചെയ്യും? പണിത് എന്റെ എല്ല് പൊടിഞ്ഞു വീഴാറായി തുടങ്ങി. ആ എല്ലുപൊടി കൊണ്ട് നീ വാഴയ്ക്ക് ഇട്ടാ മതി. ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഭയങ്കരമായിപ്പോയി. പിന്നെ ചേട്ടൻ്റെ അടുത്ത് പോയോ? അല്ല, ചേട്ടൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയാ. ഇന്നലെ ചേട്ടനില്ലാത്ത സമയത്ത് നമ്മുടെ മെമ്പർ രമാകാന്തൻ ഇവിടെ വന്നായിരുന്നു. അല്ലെങ്കിലും ആ 4 ആണുങ്ങളില്ലാത്ത സമയത്തേ വരുള്ളൂ. കാര്യം പറഞ്ഞേ. അതല്ലെന്ന് പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞതേ, ചേട്ടൻ എന്തോ കർഷകശ്രീയുടെ അവാർഡിന് എന്തോ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫോം ഒന്ന് ഒപ്പിടണോന്നോ പൂരിപ്പിച്ചു കൊടുക്കണോന്നോ. കർഷകശ്രീയുടെ അവാർഡിന് എന്നെ എങ്ങനെ പരിഗണിക്കാനാ? ഞാൻ കർഷക പുരുഷനല്ലേ. കർഷകശ്രീ എന്ന് പറഞ്ഞാൽ നീയല്ലേ, നിന്നെ ആയിരിക്കും അവാർഡിന് പരിഗണിക്കുന്നേ. നിങ്ങൾ വാഴ തന്നെ വെച്ചാ മതി കേട്ടാ. അതാ നല്ലത്. ഒന്ന് സഹായിക്കാൻ നോക്കടിയവേ. ഇതേ മെമ്പർ. നമസ്കാരം മെമ്പർ. ആണുള്ളപ്പോഴും വന്നില്ലേ രമാകാന്ത? പറമ്പിലുണ്ടായിരുന്നു. എന്റെ മുരളിയണ്ണ, നിങ്ങൾ ഇത് എവിടെയാണ്? നിങ്ങളെ തിരക്കി ഞാൻ എവിടൊക്കെ നടന്നു. കവലയിൽ ഒരു 3-4 പ്രാവശ്യം പോയി തിരക്കി, അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ വെറുതെ ഇങ്ങോട്ട് കയറാന്ന് വിചാരിച്ചപ്പോ ദാ നിൽക്കുന്നു ഇവിടെ. ഞാൻ ഉള്ളിടത്ത് അന്വേഷിച്ചാലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലെ കവലയിൽ പോയി അന്വേഷിച്ചാൽ എന്നെ കാണാൻ പറ്റുമോ രമാകാന്ത? അതും ശരിയാണ്. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? ഇവിടെ പറയണ എന്താ വിശേഷം? കാര്യം പറ. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. പറഞ്ഞു കാണുമായിരിക്കും. ഇതിനകത്തൊരു ഒപ്പ് വേണം. ഇട്ട് കൊടുക്ക്. ഈ ഭാഗത്തുണ്ട് ഇവിടെ. ഇത് മറ്റേ ഇതിന്റെ ഇതായിരിക്കും വേണ്ടിയല്ലേ? ഏതാ? കർഷക സ്ത്രീയുടെ അതല്ല. പിന്നെ ഇവിടെ ചില നാറികള് പഞ്ചായത്തിലൊരു നിവേദനം കൊടുത്തിരിക്കുന്നു. എന്തിന്? എന്നെ ഈ വാർഡിൽ വേണ്ടാന്ന്. അതിന് ബദലായിട്ടൊരു നിവേദനം ഞാനും തയ്യാറാക്കി ഈ നാട്ടിലുള്ളവരുടെ എല്ലാം ഒപ്പ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ മാത്രം ഈ വാർഡിന് മതി എന്നുള്ള ഒരു നിവേദനം. അത് ശരി. ആദ്യത്തെ ഒപ്പ് മുരളിച്ചേട്ടനാണ് ഇട്ടേക്കുന്നത്. അതിനുള്ള ഒപ്പാണോ നീ എന്നെ ഇടിപ്പിച്ചത്? അതെ അതെ. നിന്നെ ഈ നാടിനെ വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്റെ പൊന്നു രമാകാന്ത, നിന്റെ അച്ഛൻ രാജൻ നിനക്ക് പകരം വാഴ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരത്തില്ലായിരുന്നു അദ്ദേഹം. അയ്യടാ, പിന്നീട് ദുഃഖിക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും ചേട്ടൻ ഇപ്പൊ വാഴ കൃഷിയിൽ മൊത്തമായിട്ടും അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്നത് വിളവൊക്കെ നല്ല രീതിയിൽ പോകുന്നില്ലേ? എന്തോ വിളവാ ചേട്ടാ ഇത്. കാര്യം ഇങ്ങനെയാണെങ്കിലും ചേട്ടൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഉഗ്രം വിളവാണ്. അതാ പറഞ്ഞ രമാകാന്ത, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. ഞങ്ങൾ എല്ലുമുറിയെ പണിയെടുക്കും. നിങ്ങളൊക്കെ അല്ലേ പല്ലുമുറിയെ തിന്നുന്നത്? ഞങ്ങളോ? നീ വാഴയ്ക്ക് ഒരാട്ടം. കാത്തില്ലാതെ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. എന്റെ വാഴ നിന്ന് ആടുന്ന സമയത്ത് മെമ്പർ ഇവിടെ ക്ലാസിക്കൽ സോങ് പാടുകയാണോ? എന്റെ വാടിന് കണ്ണൻ വാഴ ആടുന്നുണ്ട്. അയ്യോ, വാഴയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. നിങ്ങൾ കണ്ണനെ വിളിച്ചായിരുന്നു. വാഴയ്ക്കൊക്കെ പേരുണ്ടോ? പിന്നെ ഗൗരിയുണ്ട്, നന്ദിനിയുണ്ട്, നളിനിയുണ്ട്, എല്ലാരും ഉണ്ട്. ഇപ്പൊ വാഴ ആടുന്ന സമയത്ത് വാഴ ആടുന്നല്ലോ. അയ്യോ, എന്റെ കണ്ണൻ ആടുന്നു. ഞാനെന്ത് പറയാനാണ്? ഹലോ എന്താണോ? വെട്ടുന്ന കൂട്ടത്തിൽ നല്ല വിളഞ്ഞതാണെങ്കിൽ ഒരെണ്ണം എനിക്കൂടെ തരണേ. ഞാനല്ലേ പറഞ്ഞു ചോദിക്കാൻ? ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ മിസ്റ്റർ, നിങ്ങൾ എന്ത് പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്? ഞാൻ ഈ വാർഡിലെ വാർഡ് മെമ്പറാണ്. എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ വാർഡിൽ ഒരു തോന്നിവാസം നടക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കാം. ഹലോ മെമ്പറെ, എന്താണ്? ഞങ്ങൾ ചെറുതായിട്ടൊരു തോന്നിവാസം ചെയ്തോട്ടെ?
ചെയ്തു. ഓക്കെ പരിപാടിയാ കാണിച്ചത്. അവര് പറഞ്ഞ തോന്നിയ ദിവസമല്ലേ കാണിക്കുന്നേ? ഈ വാർഡിൽ മെമ്പറായി എന്നോട് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്റെ നളിനി, എന്റെ നളിനി. എന്താ ആലമ്പുണ്ടാക്കരുത്. അതെ, ഇത് KSEBയുടെ ഓർഡറാണ്. അതായത് 110 kV അടികൂടി നിൽക്കുന്ന മരങ്ങളില്ലേ, അടി നിൽക്കാൻ വലിയ വാഴയാണെങ്കിലും മരങ്ങളാണെങ്കിലും അതെല്ലാം വെട്ടിക്കളയണം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ വാഴയുടെ ഇലയല്ലേ ലൈനെ മുട്ടിട്ടുള്ളൂ, അപ്പൊ ഈ വാഴയുടെ ഇല വെട്ടിയപ്പോ വാഴ എന്തിനാ വെട്ടുന്നത്? അത് പറഞ്ഞു തരാം. എന്താണ് പ്രശ്നം? അതായത് ഈ വാഴയുടെ തണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടക്ടറാണ്. അപ്പം ഡ്രൈവർ ഇല്ലേ? അതല്ല പറഞ്ഞത്, വൈദ്യുതി ഈസി ആയിട്ട് പാസ് ശരി. അപ്പൊ അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഴയിൽ മൊത്തം കറണ്ടാവും. അങ്ങനെ കറണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ആ വാഴ ഏതെങ്കിലും വാഴയിൽ മുട്ടി നിന്നാൽ ആ വാഴയിലും കൂടി കറണ്ടാവും. അങ്ങനെ മുട്ടി നിൽക്കുമ്പോ ഈ വാഴത്തോട്ടത്തിലെ എല്ലാ വാഴകളിലും കറണ്ടാവും. ഇനി വേറെ പറമ്പിലെ വാഴയിൽ ഈ വാഴ മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറമ്പിൽ കറണ്ടാവും. ചേട്ടാ, മെമ്പർക്ക് അറിയാലോ ഫിസിക്സ്. എനിക്കറിയാം, പക്ഷെ ഇവർക്ക് അത് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കിത്താ ഞാൻ പറഞ്ഞു തരാം. ഈ സാറ് പറഞ്ഞു വരുന്നത്, ചേട്ടാ, ഇടുക്കി ഡാമിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ കറണ്ട് കൂടുതലായിട്ട് നിങ്ങളുടെ വാഴത്തോട്ടത്തിൽ ലഭിക്കുന്നു. അപ്പൊ ചേട്ടൻ ഇത് കച്ചവടമാക്കണം. എന്തുകൊണ്ടും ഈ വാഴ കൃഷിയെക്കാളിൽ മികച്ചതായിരിക്കും കുറച്ച് കറണ്ട് നമ്മൾ തമിഴ്നാടിന് മറിച്ചു വിറ്റാൽ ചേട്ടൻ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം. കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു ശകലം എനിക്കൂടെ തന്നാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ മെമ്പറെ, എന്താണ് കിട്ടുന്ന ശകലത്തിന്റെ അല്ല മുഴുവൻ ഞാൻ തരാം. മെമ്പർ പറ, എന്റെ വാഴ എന്തിനാ ഒരു വെട്ടിക്കളന്ന് മെമ്പർ സമാനം പറയുന്നത്? എന്റെ പൊന്ന് ചേട്ടാ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോർഡിന്റെ ഓർഡറാണ്. ഞങ്ങൾ ഏതായാലും ലൈനിൽ മുട്ടിയിരിക്കുന്ന എല്ലാ വാഴയും വെട്ടും. ജിബി, ഓടി ഇടുന്നങ്ങ് വെട്ടിക്കോ. ഇന്ന് ഈ വാടി തീർക്കണ്ടാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, എല്ലാ ഞങ്ങളുടെ ഓർഡറാണിത്. നിങ്ങൾ എതിർക്കാനൊന്നും നിൽക്കണ്ട. ഇത് രാജ്യത്തിന് ഉപകാരപ്രദമായ കാര്യമാണ്. നാടിന് ഉപദ്രവം വരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ എതിർക്കോ? അത് ഞാൻ എന്തിനാണ് നിൽക്കേണ്ടത് സാറേ? അത് അങ്ങനെ പറഞ്ഞു സാറേ, അങ്ങനെ ഈ കറണ്ട് ഇവിടെ എല്ലാം വ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ? അത് പ്രശ്നമാണ്. ഹലോ വിളിച്ചേട്ടാ, അങ്ങനെ നാടിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തിലും ഈ മെമ്പർ കൂട്ടി നിൽക്കത്തില്ല. മെമ്പർ രമാകാന്തനെ അതിന് കിട്ടില്ല. മെമ്പർ എന്നാ പറഞ്ഞാലോ ഇങ്ങനെ ചെയ്യരുത്, കയ്യൊഴിയരുത് മെമ്പറെ. ജോലിക്ക് നടന്നുണ്ടാക്കരുത്. ഞാൻ എനിക്ക് എന്നോട് ചോദിച്ചിട്ടാണ് വെട്ടിയത്. എന്താ പ്രശ്നം? തനിക്ക് എന്താണ്? ഇവിടെ ഇവരുടെ ഈ കർഷകരുടെ ദുഃഖത്തിൽ താൻ പങ്കുചേരുന്നുള്ളൂ. അവരുടെ കൂടെ താൻ നിൽക്കണ്ടേ? അവരോട് വോട്ട് ചെയ്യണ്ടേ താൻ മെമ്പറായത്? അത് 2 വർഷം മുമ്പല്ലേ? 2 വർഷം മുമ്പ് കുത്തിയോട്ടേ താൻ മെമ്പറായത്. ഇനി ഒരു 3 വർഷം കൂടെ ഉണ്ടല്ലോ. ഇനി കുത്താൻ പഠിച്ചല്ലേ തന്നെ മോനെ കണ്ട് കുത്തും കേട്ടോ. ഇനി ഇതിന് ഓർഡർ കൊടുത്താൽ തന്റെ മുട്ടുകാലി ഞാൻ വെട്ടിയെടുത്ത് ആയിടും കേട്ടോ. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ കാലി വെട്ട്. KSEB നീതി പാലിക്കുക. ഏറ്റവും വിളിക്കണം കേട്ടോ. KSEB നീതി പാലിക്കുക. സൂചനമാണിത്, സൂചനയാണ്. സൂചനയാണിത്, സൂചനയാണ്. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെ സൂചന തന്നിടും. പ്രിയമുള്ളവരെ, അതെ മെമ്പറെ, നമ്മുടെ നാട് ഓടുക എന്ന് പറയുന്നത്, നമ്മുടെ നാടിന്റെ നാടീ ജനപ്പം എന്ന് പറയുന്നത് നമ്മുടെ കർഷകരാണ്. അതെ അതെ, പെട്ടെന്ന് കാല് മാറിയ കാല് മാറിയില്ല, അവരെന്റെ കാല് വെട്ടും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ നാടീ ജനപ്പം എന്ന് പറയുന്നത് നമ്മുടെ നാടിലെ കർഷകരാണ്, കൃഷിയാണ്. ആ കൃഷിക്ക് വികാസം നടത്തുന്ന ഒരു സമൂഹത്തിനും ഈ മെമ്പർ രമാകാന്തൻ കൂട്ടുനിൽക്കുന്നില്ല എന്ന് ഞാൻ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെയും സൂചന നൽകിയിടും. അതെ അതെ, അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. നമുക്ക് KSEB ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. KSEB അറിയിപ്പ് കിട്ടി വേറൊന്നുമല്ല, കർഷകരെ വാഴ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം KSEB നൽകുന്നതായിരിക്കും. അത് നഷ്ടപരിഹാരമായിട്ട് ഞാൻ കേട്ടില്ല. നഷ്ടപരിഹാരം തരുമെന്ന്, എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കും കർഷകർക്ക്. ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം നടപ്പിലാകുന്നത്.
അപ്പൊ ഹാപ്പി ആയല്ലോ. ആദ്യമായിട്ടാണെങ്കിലും എനിക്ക് സന്തോഷമായി. അങ്ങനെ ഹാപ്പി ആകല്ലേ. വേറൊരു അറിയിപ്പ്, വൈദ്യുതി മന്ത്രിയുടെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതെന്താ? അതായത് കേരളത്തിൽ ഒരുപാട് കർഷകരുടെ വാഴ കൃഷി ഇങ്ങനെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടല്ലോ. ശരി. അപ്പൊ നിങ്ങളുടെ കൃഷിയാണല്ലേ? അതെ. KSEB ഇങ്ങനെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ KSEB നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KSEBയുടെ നഷ്ടം പരിഹരിക്കണമെങ്കിൽ അടുത്ത മാസത്തെ കറണ്ട് ബില്ലിന്റെ കൂടെ 1% സെസ് കൂടി നൽകേണ്ടി വരും. സെസ്സോ? ആ, എന്തിന്റെ സെസ്? വാഴ സെസ്. സംഭവം മനസ്സിലായില്ലേ? ഒന്നിൽ കർഷകന്റെ നെഞ്ചത്ത്, അല്ല കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം നെഞ്ചത്ത്. അതാണ് സർക്കാർ തീരുമാനം.